വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 20 വാർഡുകളിലേക്കും UDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. 20 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി സജീവൻ മുമ്പാകെയാണ് പത്രികകൾ സമർപ്പിച്ചത്. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുപ്പ് അടുക്കുകയാണെന്നും ദയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക യഥാർത്ഥമായി വിശ്വസിക്കുകയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരൻ. ഇത്തവണ പഞ്ചായത്തിൽ വികസനം മുൻനിർത്തി ഭരണം പിടിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ പറഞ്ഞു. വളരെ ആത്മപ്രതീക്ഷയോടുകൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ പഞ്ചായത്ത് വികസനം വളരെ സ്വജനപക്ഷപാതമായ രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളൊന്നും തന്നെ നടക്കാത്ത രീതിയിൽ മുരടിപ്പ് നടക്കും. അതിനെതിരെ ജനരോക്ഷം വളരെ രൂക്ഷമാണ്. ജനങ്ങൾ ഇന്ന് UDFനെ സഹായിക്കാൻ തയ്യാറായി. UDFന് നമ്മുടെ 20 വാർഡുകളിലും UDFന് സ്ഥാനാർത്ഥികളുണ്ട്. അത് വളരെ ജനസമ്മതിയുള്ള ജനങ്ങൾക്ക് നേരിട്ട് ബന്ധമുള്ള പ്രവർത്തകരായ ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അത് കുറേ ദിവസങ്ങളായി മാസങ്ങളായി അതിനെല്ലാം നല്ലപോലെ പരിശീലിച്ചുകൊണ്ടും അതിന് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ നിർണ്ണയിച്ചത്. ആ സ്ഥാനാർത്ഥികൾ 20 സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ്. അവർ വിജയിക്കുക തന്നെ ചെയ്യും. ജനരോക്ഷം ജനങ്ങൾ UDFനെ തിരഞ്ഞെടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. UTV ന്യൂസ് പാലക്കാട്.